ഉള്ളവരെ പരിശുദ്ധ മക്കയിലും മദീനയിലും സിയാറത്തിനും ഹജ്ജിനും ഉംറക്കൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസാണ്. നമ്മൾ മദീനയിലും മക്കയിലൊക്കെ ആദ്യമായിട്ട് വരുന്ന സമയങ്ങളിൽ നമ്മൾ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കും. ആ ഒരു അത്ഭുതം കണ്ടിട്ട് സാധാരണ രീതിയിൽ നമ്മൾ എടുക്കും. ആ എടുക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും നിങ്ങളുടെ വീഡിയോകളിൽ ഇവിടെയുള്ള സൗദിയുടെ പോലീസിൻ്റെയോ അതുപോലെ തന്നെ മിലിറ്ററിയുടെ ഒരു ഫോട്ടോ അല്ല ഒരു വീഡിയോ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. അതുപോലെ തന്നെ അവരുടെ വാഹനത്തിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പാടില്ല. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഹജ്ജിന് വന്ന കുറച്ച് ആളുകളെ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായി. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഹറമിൻ്റെ പരിസരങ്ങളിൽ ഇങ്ങനെ വീഡിയോസ് എടുക്കാറുണ്ടല്ലോ. അങ്ങനെ ഞാനൊരു മൈതാനത്ത് നിന്നപ്പോൾ എടുക്കൽ, കാരണം അധികം ആളുകളില്ലാത്ത. ഞാൻ എടുക്കുന്ന സമയങ്ങളിൽ എൻ്റെ ബാക്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ വീഡിയോ എടുത്തതിന് ശേഷം ആ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ മൊബൈൽ വാങ്ങി. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ജവാല് കൊടുത്തു, മൊബൈൽ കൊടുത്ത് എന്നോട് പറഞ്ഞ് ആ മൊബൈലിലുള്ള ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം എന്നോട് പറഞ്ഞ് നല്ലൊരു പോലീസുകാരനാണ് കേട്ടോ. അദ്ദേഹം എൻ്റെ യൂണിഫോം കണ്ടപ്പോൾ ഹറമിൻ്റെ അടുത്ത് തന്നെ ജോലി ചെയ്തതുകൊണ്ട് അദ്ദേഹം പ്രശ്നമാക്കിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞ് യാതൊരു കാരണവശാലും നിങ്ങൾ വീഡിയോകളിൽ ഇവിടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ മിലിറ്ററിയോ അതുപോലെ തന്നെ അവരുടെ വാഹനത്തിൻ്റെ വീഡിയോസ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം നല്ലതുപോലെ എന്നോട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഞാൻ മാലിഷ് പറഞ്ഞു. ഒരിക്കലും അവരോട് നമ്മൾ തർക്കിക്കാൻ പാടില്ല. അവർ പറയുന്നത് ഓക്കെ മാലിഷ് എന്നാണ്. എനിക്കറിയില്ലായിരുന്നു പറഞ്ഞ് അപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്ന സമയങ്ങളിൽ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയങ്ങളിൽ അത് ശ്രദ്ധിക്കുക. നല്ല ഫൈൻ കിട്ടും, പിന്നെ ജയിൽ ശിക്ഷയും ഉണ്ട്. 5000 റിയാൽ മുതൽ 50,000 റിയാൽ വരെ ഫൈൻ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോസും ഫോട്ടോസും എടുക്കുന്ന സമയങ്ങളിൽ വെഹിക്കിൾ യാതൊരു കാരണവശാലും ഒരു ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ